നിന്റെ വരവ് നമുക്കങ്ങ് സുഖിച്ച് കേട്ടാ. ഉറങ്ങാതിരുന്നോ, അതാ നിനക്ക് നല്ലത്. അല്ലേ ആമ്പിള്ളേരെ ഇതിന്റെ ഉള്ളി വെച്ച് നിന്റെ തലയിൽ ആണി അടിക്കും. ഒറ്റയാനെ പുതിയ നിന്റെ തന്തയെന്ന് പോലല്ല ഇവിടെ തന്നെ ഇത്ര കഴക്കാനായിട്ട്. പിന്നെ അവനങ്ങനെ ചാടിപ്പോയിരുന്നെങ്കിൽ അടുക്കളക്കാരെന്ന് പറഞ്ഞ് ഇപ്പം ഈ സമയത്ത് ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ആണി അത് എപ്പോൾ ആരുടെ തലേക്കെന്ന് ഞാൻ തീരുമാനിക്കാം. നീ കൂടുതൽ നാവണം നിൽക്കണ്ട എന്റെ മുമ്പിൽ നിന്ന്. അതിന് 9 ആയില്ല, സർവീ 9 അടിച്ചൊക്കെ. ഓ സാറേ, ഇനി ഇവിടുന്ന് ആരകത്ത് കിടക്കണം ആര് പുറത്ത് കിടക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ തീരുമാനിക്കും. അതിനും കൂടിയുള്ള കാശ് അപ്പച്ചൻ തനിക്ക് തന്നത്. തനിക്കത് പറ്റിയ സമയത്ത് പാടുകയറി കൂടും. കുഴപ്പമുണ്ടോ? നിന്റെ തന്തമാര് കൊച്ചി കപ്പലിറങ്ങും മുമ്പേ നമ്മുടെ വാപ്പയ്ക്ക് ഈ സീനിലുണ്ടേതല്ല. പക്ഷെ നിന്റെ സാത്താന്റെ കാലുകൊണ്ടുള്ള പരിപാടി ഇനി നടന്നാലുണ്ടല്ലോ, അതെങ്ങാനും ഇനി സംഭവിച്ച കൃഷ്ണ ഇതാക്കണ്ട. ഇതിമേക്കെടുത്ത് ഉറക്കും ഞാൻ. അല്ല 1000 രൂപ വണ്ടി ഉറക്കും ഞാൻ. അതൊന്ന് പറഞ്ഞിട്ട് വേണം അവർ ഇതോടെ വന്നത്. അതുകൊണ്ട് ഈ പെണ്ണ് കല്യാണം എന്നൊക്കെ പറഞ്ഞ കമ്മത്തിപ്പാടത്ത് വന്ന നിന്റെ ഈ തീട്ട വയറ് കണ്ട ഞാൻ കുത്തിപ്പൊട്ടിക്കളയും. മനസ്സിലായടാ തെണ്ടി. പാമ്പ്